ഏതാണ്ട് 3 മാസം മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതിന് മുമ്പ് വരെ, കേരളത്തിലെ ഏറ്റവും ശക്തമായ മുന്നണി സംവിധാനം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പറയുവാൻ കഴിയുന്ന ഉത്തരം LDFിൻ്റേത് എന്നതായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള 12 രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മയായിരുന്നു അന്ന് LDF. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതോടുകൂടി LDFിൻ്റെ അടിത്തറ ഇളകി എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ LDFിലെ ഘടകകക്ഷികളായിട്ടുള്ള 12 പാർട്ടികളിൽ 3 പാർട്ടികൾക്ക് മാത്രമേ തങ്ങളുടെ പ്രതിനിധികളെ നിയമസഭയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ LDFിന് നേതൃത്വം നൽകുന്ന CPM അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. ഏതൊക്കെയാണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ LDFിലെ പല ഘടകകക്ഷികളും CPMനോടും ഈ മുന്നണിയോടും കൃത്യമായ അകലവും പാലിക്കുന്നുണ്ട്. ഉദാഹരണമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കാര്യമെടുക്കാം. കഴിഞ്ഞ നിയമസഭയിൽ 5 അംഗങ്ങളുണ്ടായിരുന്ന അവർക്ക് ഈ നിയമസഭയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ നേതാവ് എന്ന് പറയുന്നത് രാജ്യസഭാ MP കൂടിയായിട്ടുള്ള ജോസ് കെ മാണി ആയതിനാൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷി എന്ന നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ഷനാണ് കേരളത്തിലെ LDF സഖ്യകക്ഷി എന്നതിനപ്പുറം ഇപ്പോൾ അവർ തങ്ങളുടെ പാർട്ടിക്ക് നൽകി വരുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റു പല പാർട്ടികളും. ഇനി CPIയുടെ കാര്യത്തിലേക്ക് എത്തിയാൽ CPMനുണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മേൽക്കോയ്മയെ മുന്നണിക്കുള്ളിൽ വെല്ലുവിളിക്കുവാൻ CPIയും ഈ ഘട്ടത്തിൽ മടി കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ സമ്മർദ്ദ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണം എന്നൊരു പിടിവാശി CPI വെച്ചു പുലർത്തുന്നത്. CPIയുടെ ഈ പിടിവാശി മൂലം ഒരു പരിധിവരെ ഇടതുമുന്നണിക്ക് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഏകോപിച്ച് ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നില്ല. അവരുടെ മുന്നണി യോഗങ്ങൾ പോലും ചേരുവാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും CPM അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുൻപോട്ട് പോകുന്നതിനാൽ വളഞ്ഞ വഴിയിൽ CPIക്ക് അർഹമായ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്നാൽ CPM നടത്തിയ ഈ നെറികെട്ട നീക്കത്തെ മുന്നിൽ നിന്ന് ഒരു മാസ്റ്റർ സ്ട്രോക്ക് കളിച്ചുകൊണ്ട് ചെക്ക് വെച്ച് ഇല്ലാതാക്കിയത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എത്തരത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ ഒറ്റ നീക്കം കൊണ്ട്, തൻ്റെ ഒറ്റ തീരുമാനം കൊണ്ട് ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കിയത് എന്ന കാര്യം വിശദീകരിക്കുവാനാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എല്ലാ കാലത്തും കഴിഞ്ഞ സമീപകാലത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ LDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉപനേതൃസ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തോടൊപ്പം തന്നെ കയ്യിൽ വെച്ചിരുന്നത് അവരായിരുന്നു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതൃസ്ഥാനം കൈയാളിയിരുന്നത്. എന്നാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിക്ക് വലിയൊരു പരാജയം 2026 സംഭവിച്ചതോടുകൂടി പൂർണ്ണമായും ഒരു ശൈലി മാറ്റവും തിരുത്തലുമാണ് മുന്നണിയിലെ ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഉദാരവൽക്കൃതമായിട്ടുള്ള നയസമീപനം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ള ഡിമാൻഡാണ് CPI മുന്നോട്ട് വെക്കുന്നത്. തങ്ങളുടെ പരിചയസമ്പന്നനായ നേതാവ് K രാജവനെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവായി അംഗീകരിക്കണം എന്നുള്ള ഒരാവശ്യമാണ് അവർ വിട്ടുവീഴ്ചയില്ലാതെ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് വഴങ്ങിക്കൊടുക്കുവാൻ തയ്യാറാകാതെ പിണറായിയുടെ രണ്ടാമൻ എന്ന നിലയിൽ, കയ്യാൾ എന്ന നിലയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് മുൻ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള കൊട്ടാരക്കര MLA KN ബാലഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് CPM ശ്രമിക്കുന്നത്. ഈ തർക്കവുമായി ബന്ധപ്പെട്ട് പലവട്ടം പാർട്ടിയുടെ ദേശീയ നേതാക്കൾ പോലും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയെങ്കിലും ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്തുവാൻ ഏതു വൃത്തികെട്ട വഴിയും വളഞ്ഞ വഴിയും സ്വീകരിക്കുവാൻ മടിയില്ലാത്ത CPMൻ്റെ ഇത്തരം നീക്കങ്ങൾക്ക് നിയമസഭാ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ ചെക്ക് വെച്ചിരിക്കുന്നത്. ആ നീക്കങ്ങൾക്ക് അദ്ദേഹം നൽകിയ തിരിച്ചടി എന്ന് പറയുന്നത് CPMനെ മാത്രം ബാധിക്കുന്നതല്ല, ഇടതുമുന്നണിയുടെ തന്നെ ഒരു കൂട്ടായ്മയെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, കേരള നിയമസഭയിലെ ഇന്നത്തെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ ഒറ്റ സമ്മേളനം കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ മികവ് തെളിയിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭയ്ക്കുള്ളിൽ മറ്റാരേക്കാളുമുള്ള ആഴത്തിലുള്ള അറിവും പാണ്ഡിത്യവും തന്നെയാണ് അതിവിദഗ്ധമായി ഈ പദവി കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായി ഒരു റൂൾ ബുക്ക് ഫോളോ ചെയ്തുകൊണ്ട് മുൻകാല ഒരു പ്രീസിഡൻസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുവഞ്ചൂർ ചില തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ പോലും പലപ്പോഴും പ്രതിപക്ഷത്തിനും സാധിക്കാതെ വരുന്നതും അവർ നിസ്സഹായരായി നിലകൊള്ളുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ CPM നടത്തിയ വൃത്തികെട്ട നീക്കം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
നിയമസഭയിൽ പ്രതിപക്ഷ നിരയ്ക്കാണ് എപ്പോഴും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം നൽകുന്നത്. ഇത്തവണ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയും CPM-ഉം നിയോഗിച്ചിട്ടുള്ളത് KN ബാലഗോപാൽ എന്ന നേതാവിനെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനും നിയമസഭയ്ക്കുള്ളിൽ ഒരു ഓഫീസും അനുവദിക്കാറുണ്ട്. എന്നാൽ പ്രധാന ബ്ലോക്കിലല്ല, നേരെ മറിച്ച് പിറകിലുള്ള മുറികളിലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയുള്ള നിയമസഭാ അംഗത്തിന് ഓഫീസ് മുറി അനുവദിക്കാറുള്ളത്. എന്നാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള KN ബാലഗോപാലിന് പ്രതിപക്ഷ ഉപനേതാവിന് അനുവദിക്കേണ്ടിയിരിക്കുന്ന നിയമസഭയ്ക്കുള്ളിലെ പ്രധാന ബ്ലോക്കിൽ, അതായത് സ്പീക്കറിൻ്റെയും മന്ത്രിമാരുടെയും ഓഫീസിന് അടുത്തുള്ള ഓഫീസ് മുറി അനുവദിച്ചു കൊടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് CPM ഒരു കത്ത് സ്പീക്കർക്ക് കൈമാറുകയുണ്ടായി. യഥാർത്ഥത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ KN ബാലഗോപാലിന് വേണ്ടിയിട്ടല്ല അവർ ഈ മുറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ മുറി KN ബാലഗോപാലിന് അനുവദിച്ച് എടുപ്പിക്കുക വഴി ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുവാനും ആ മുറിയിൽ KN ബാലഗോപാൽ അവരോഹിതനാകുന്നതോടുകൂടി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് ഒരു പ്രസക്തി ഇല്ലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുമാണ് CPM ശ്രമിച്ചത്. എന്നാൽ ഈ നീക്കത്തിലെ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൃത്യമായ ഒരു തീരുമാനമാണ് ഈ വിഷയത്തിലെടുത്തിരിക്കുന്നത്. ഈ മുറി എന്ന് പറയുന്നത്, അതായത് നിയമസഭയ്ക്കുള്ളിലെ പ്രധാന ബ്ലോക്കിലുള്ള മുറി എന്ന് പറയുന്നത് അനുവദിക്കുവാൻ കഴിയുക പ്രതിപക്ഷ ഉപനേതാവിന് മാത്രമാണെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി അത്തരത്തിലൊരു മുറി KN ബാലഗോപാലിന് അനുവദിച്ചു കൊടുക്കുവാൻ താൻ തയ്യാറാണ്, പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട് എന്നാണ് തിരുവഞ്ചൂർ CPM-നെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഇപ്രകാരമാണ്: KN ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കത്ത് നൽകുകയാണെങ്കിൽ താൻ ഈ ഒരു വിഷയത്തിൽ ആ മുറി അനുവദിച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാം. അതല്ല, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഒരു കാരണവശാലും KN ബാലഗോപാലിന് പ്രധാന ബ്ലോക്കിൽ മുറി അനുവദിക്കുവാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് അർഹമായ മുറി ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് നിയമസഭയുടെ അപ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പിറകിലത്തെ ബ്ലോക്കിലാണ് എന്നുള്ളതാണ് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ്റെ കോർട്ടിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിസമർത്ഥമായി ഒരു തീരുമാനം വഴി ഒരു പന്ത് തട്ടിയിടുമ്പോൾ അത് CPM-നെ മാത്രമല്ല പ്രതിസന്ധിയിലാക്കുന്നത്, CPI-യെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവിൻ്റെ മുറിയും മറ്റ് സൗകര്യങ്ങളും ഇടതുമുന്നണിക്ക് ഇനി ലഭ്യമാകണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആ മുന്നണിക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാവേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തേ മതിയാകുകയുള്ളൂ. ആ വിട്ടുവീഴ്ച ചെയ്യുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന CPI-ക്ക് ഇനി ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ അവർ പിന്നോട്ട് പോയാൽ CPM-ന്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നണിയിൽ അടിയാളന്മാരായി തുടരുന്നു എന്ന പ്രതീതി ഉണ്ടാകുമെന്നാണ് അതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനോടകം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇനി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതൃപദവിയിലിരിക്കുന്ന പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന് തനിക്കൊരു ഉപനേതാവിനെ തിരഞ്ഞെടുക്കുവാൻ കഴിയുകയില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് വലിയ തോൽവിയാണ്. അതിനാൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരത്തിലൊരു കത്ത് തനിക്ക് നൽകുവാൻ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹവും CPM-ഉം വെട്ടിലായിരിക്കുകയാണ്. CPI-ക്ക് അനുവദിക്കാതെ KN ബാലഗോപാലാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയകാല രീതികൾ വെച്ച് നോക്കിയാൽ ഒരു കത്ത് നൽകുവാൻ മടിയുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു കത്ത് നൽകിയാൽ പിണറായിയുടെ നേതൃത്വം ഇപ്പോൾ CPM-നുള്ളിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. പിണറായിയുടെ സ്ഥിതി പരുങ്ങലിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി വിജയൻ ഏകപക്ഷീയമായി ഇത്തരമൊരു കത്ത് നൽകിയാൽ ഉറപ്പായും പിണറായിയുടെ ഈ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് CPI എത്തുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ സംഭവിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന ഇപ്പോൾ തന്നെ ദുർബലനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വീണ്ടും അതിദുർബലനായി മാറും എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെയും CPM-നെയും വിഷമവൃത്തത്തിലാക്കുന്നത്. ഇത്തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കേരളത്തിൻ്റെ സ്പീക്കർ ഇടതുമുന്നണിയുടെ അടിത്തറയിളക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം കൃത്യമായി നിയമങ്ങളും ചട്ടങ്ങളും ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് തൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുമ്പോൾ അത് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിരീക്ഷകർക്ക് തന്നെ വലിയ ആവേശകരമാകുന്ന ഒരു കാഴ്ചയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു തന്ത്രമാണ്, ടാക്റ്റിക്കാണ്. അതിനെ അതിജീവിക്കുവാൻ തിരുവഞ്ചൂരിൻ്റെ ഈ മാസ്റ്റർ സ്ട്രോക്കിനെ അതിജീവിക്കുവാനുള്ള കെൽപ്പ് പിണറായി വിജയനും ഇടതുമുന്നണിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയുവാൻ ഇനി അല്പം ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. ഈ ചിന്തകൾ, ഈ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.